ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായ മൈ എവർ ലാസ്റ്റിംഗ് ബ്രൈഡ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സെന്നിനെ കാണിച്ചുകൊണ്ടാണ്. സെന്നിന്റെ ഫുൾ നെയിം നൈ സെൻ എന്നാണ്. നൈ എന്നത് അവരുടെ കുടുംബ പേരാണ്. സെൻ വാർലോഡ് സ്ഥാനത്തേക്ക് ചുമതല ഏൽക്കുന്നു. വാർലോഡ് എന്ന് വെച്ചാൽ മിലിറ്ററി കമാൻഡർ അല്ലെങ്കിൽ പടത്തലവൻ, ആ ഒരു പൊസിഷനാണ്. എന്തായാലും ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ആള് വളരെ കർക്കശക്കാരനായും സാധാരണ പാവങ്ങളോടൊക്കെ അനുകമ്പ കാണിക്കാത്ത ഒരുത്തനായും ഒക്കെയാണ് നാട്ടിൽ അവനെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ വാർലോഡ് ആയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും, പിന്നെ നമുക്കൊക്കെ ഈ നാട്ടില് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് പോലും കുറെ പേര് സെന്നിന്റെ ഈ ഒരു പദവി ഏറ്റെടുക്കൽ കണ്ട് ആകെ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ആ സമയത്താണ് ഒരു പെൺകുട്ടിയെ കയ്യും വായും കെട്ടിയ നിലയിൽ സെൻ കാണുന്നത്. അവൾ ഇവിടേക്ക് മോഷ്ടിക്കാൻ കയറി എന്ന പേരിലാണ് അവളെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നത്. അവളാകട്ടെ പെട്ടെന്ന് സെന്നിനെ കണ്ട ഞെട്ടല് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് ഒക്കെ അവന്റെ ദേഹത്തേക്ക് തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ആരാ നീ, എന്തിനാ വന്നതെന്ന് സെൻ ചോദിക്കുമ്പോ ഷെൻ ഫാമിലിയിലെ ക്വിങ്സിയെ എന്ന അവിടുത്തെ യുവതലമുറയിലെ പെൺകുട്ടിയുടെ മെയ്ഡാണ്. ക്വിങ്സിയയ്ക്ക് ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായി ട്രാവൽ പെർമിറ്റ് എങ്ങനെയും മോഷ്ടിച്ചെടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവള് പറയുന്നു. അത് കേൾക്കുന്ന സെൻ, നീ ഇപ്പോ പറഞ്ഞ ക്വിങ്സിയ പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന മാർഷലിനെ വിവാഹം ചെയ്യാനിരിക്കുന്ന പെൺകുട്ടിയല്ലേ, പിന്നെ അവൾ ഇവിടുന്ന് ഒളിച്ചോടിയ ആ വിവാഹം എങ്ങനെ നടക്കുമെന്ന് സെൻ ചോദിക്കുമ്പോ ആ മാർഷലിനെ ക്വിങ്സിയയ്ക്ക് ഇഷ്ടമല്ല. ആ വിവാഹത്തിൽ നിന്ന് മാറാനായിട്ടാണ് ഈ ഒളിച്ചോട്ടം. അയാള് വലിയ ദുഷ്ടനാണെന്നാ കേൾക്കുന്നതെന്നെല്ലാം ഈ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി പറയുമ്പോ അത് കേൾക്കുന്ന സെങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവനെ പറ്റി തന്നെയാണ് അവൾ ഈ പറയുന്നത്. കാരണം അവൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ്. അവനെ പേടിച്ച് ഒളിച്ചോടി പോകാനായി അവന്റെ തന്നെ മുന്നിൽ ജോലിക്കാരിയെ ട്രാവൽ പെർമിറ്റ് മോഷ്ടിക്കാനായി പറഞ്ഞു വിട്ടതെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ടെങ്കിലും വേഗം ഇവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് അവളോട് പറയുമ്പോ അവൾ അങ്ങനെ ഓടിപ്പോവാതെ അവന്റെ അരയിൽ വെച്ചിരുന്ന തോക്കെടുത്ത് അവന് നേരെ തന്നെ ചൂണ്ടിയിട്ട്, നിങ്ങളെ കണ്ടാൽ ഒരു വലിയ മിലിറ്ററി ഓഫീസറിനെ പോലെ ഉണ്ടല്ലോ, നിങ്ങളുടെ ട്രാവൽ ടിക്കറ്റ് ഇങ്ങത്താ, എനിക്കത് വേണമെന്ന് പറഞ്ഞ് അവൾ അവനെ ബന്ദിയാക്കി അത് കൈക്കലാക്കുന്നു. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ട് അവിടെ ഉണ്ടായിരുന്ന സെന്നിന്റെ സബോർഡിനേറ്റ്സ് അവനെ സേവ് ചെയ്യാനായി ശ്രമിക്കാതിരിക്കാനായി അവൻ അവരോട് ഒന്നും ചെയ്യരുതെന്ന് കണ്ണു കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ട്രാവൽ പെർമിറ്റ് കൈക്കലാക്കി തോക്കും അവിടേക്ക് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ ഓട്ടമായിരുന്നു. തന്റെ സബോർഡിനേറ്റ്സിനോട് അവളെ പിന്തുടർന്ന് പോയി പിടിക്കേണ്ടെന്ന നിർദ്ദേശവും അവൻ നൽകുന്നു. കൂടാതെ ഇതാരും അറിയരുതെന്നും പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ഈ ജോലിക്കാരി എന്ന് പരിചയപ്പെടുത്തിയ പെൺകുട്ടിയുടെ പേര് ഹൂ എന്നാണ്. ഹൂ അവളെ കാത്തിരുന്ന അവളുടെ യജമാനത്തിയായ ക്വിങ്സിയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ക്വിങ്സിയെ മിലിറ്ററി ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി അവളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സഹിക്കാനാവാതെ ക്വിങ്സിയ അവളുടെ ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിക്കുന്നു. അവളുടെ സ്വന്തം രക്തം കൊണ്ട് തന്നെ അവൾ മരണക്കുറിപ്പ് എഴുതാണ്. ഹൂ എത്തുമ്പോഴേക്കും അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഈ ഒരു ട്രാവൽ പെർമിറ്റും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് അവൾക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നു. ഹൂ അങ്ങനെ ക്വിങ്സിയുടെ മരണവിവരം അവളുടെ അച്ഛനെ അറിയിക്കുന്നു. ആ ഒരു ടീം ആകെ സങ്കടത്തിലാവുന്ന അച്ഛൻ, ഈ ഒരു വിവാഹത്തിന് ഞാൻ അവളെ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു. നൈ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിവാഹാലോചന എത്തിയപ്പോഴേ അവൾക്ക് ഇതിനോട് യോജിപ്പില്ലായിരുന്നു. എന്തായാലും എങ്ങനെ ഇനി മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും, എങ്ങനെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാനിരുന്ന ഇവിടുത്തെ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത് പുറത്തറിയിക്കും, അവരുടെ കുടുംബത്തിന് അപമാനമായി എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തോട് എതിർത്ത് നിൽക്കാനൊന്നും സാധിക്കില്ലല്ലോ എന്ന് നെയ് ഫാമിലിയെ, അതായത് നമ്മുടെ സെന്നിന്റെ ഫാമിലിയെ വളരെയധികം ഭയപ്പെട്ട് ക്വിങ്സിയുടെ അച്ഛൻ സംസാരിക്കുന്നു. കുട്ടിക്കാലം മുതലേ ക്വിങ്സിയും ഹൂവും വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയായിരുന്നു. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് സെന്നിനെയാണ്. സെന്നിന്റെ അച്ഛൻ അവനോട്, നിനക്ക് താല്പര്യമില്ലെങ്കിലും നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ, ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ, ഇൻ കേസ് അവൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ എന്നെല്ലാം സെൻ ചോദിക്കുമ്പോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവളും കല്യാണം കഴിച്ചേ പറ്റൂ, അത്തരം ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്, അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്റെ മകനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടിക്ക് പറ്റിയ ദുരവസ്ഥ മനസ്സിലാക്കാതെ സെന്നിന്റെ അച്ഛൻ സംസാരിക്കുന്നു. സെന്നിന് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ താനോ അവൾ തന്നെയോ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൾ ഒളിച്ചോടാനായി അവളുടെ ജോലിക്കാരിയെ ട്രാവൽ പെർമിറ്റ് മോഷ്ടിക്കാനായി പറഞ്ഞു വിട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ അത് നേരിട്ട് പറയാതെ ഇഷ്ടമായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു നോക്കുന്നത്. പക്ഷെ അച്ഛൻ കല്യാണത്തിന് തന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെ അവനും വേറെ വഴിയില്ലാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇതേ സമയം നമ്മൾ ഹൂവിനെ കാണുമ്പോൾ അവൾ തന്റെ ഏറ്റവും അടുത്ത ആളായിരുന്ന ക്വിങ്സിയുടെ മാനം രക്ഷിക്കാനായി അവളെ പോലെ വേഷം മാറി സെന്നിനെ കല്യാണം കഴിക്കാനായി തീരുമാനിക്കുന്നു. കാരണം സെൻ ക്വിങ്സിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൻ ഈ ആൾമാറാട്ടം മനസ്സിലാക്കില്ല എന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ക്വിങ്സിയ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ വേദനയിൽ മരണം തെരഞ്ഞെടുത്തതാണെന്ന്
ആരും അറിഞ്ഞ് മരണശേഷവും അവളെ പറ്റി ആരും ദുഷിച്ചൊന്നും സംസാരിക്കാതിരിക്കാനും കൂടാതെ ഈ വിവാഹം ചെയ്യുന്നതിലൂടെ ഏത് സൈനിക ഉദ്യോഗസ്ഥരാണ് ക്വിൻസിയെ ഉപദ്രവിച്ചത് എന്നത് കണ്ടെത്തി അവരോട് പ്രതികാരം വീട്ടാനും ഹു ഉദ്ദേശിക്കുന്നുണ്ട്. അവൾ അതിന് ക്വിൻസിയുടെ അച്ഛന്റെ ഒക്കെ അറിവോടുകൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അച്ഛനും അത് തടുക്കുന്നില്ല. കാരണം ആ നാട്ടിലെ തന്നെ വളരെ അധികാര സമ്പന്നരായ നെയ് ഫാമിലിയിലേക്ക് കല്യാണം കഴിക്കാനിരുന്ന ഈ കുടുംബത്തിലെ പെൺകുട്ടി ഇങ്ങനെ മരണപ്പെട്ടു എന്നത് അവരുടെ കുടുംബത്തെ അപമാനിക്കുന്നത് പോലെ ആകുമല്ലോ. അപ്പോ പിന്നെ അതുമൂലം ആ കുടുംബവുമായി ഒരു പ്രശ്നം ഉണ്ടാവുന്നത് തടയാനും കഴിയുമെന്ന് ഈ ആൾമാറാട്ട കല്യാണത്തിലൂടെ അച്ഛൻ പ്രതീക്ഷിക്കുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായ ക്വിൻസിയെ നേരിട്ട് കാണാനായി സെന്നിനൊരു അവസരം കിട്ടുമ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥ ക്വിൻസിയെ അല്ലെന്നും ക്വിൻസിയുടെ തോഴിയായ ഹൂ ആണെന്നും അവൻ തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവൻ അത് ആ ഒരു സമയത്ത് മനസ്സിലായതായി ഭാവിക്കുന്നില്ല. അത് അതിന്റെ ഒഴുക്കിനങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്ന അവൻ ഇവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായി ഹൂവിനെ നൈ ഫാമിലിയുടെ മാൻഷനിൽ സ്റ്റേ ചെയ്യാനായി ക്ഷണിക്കുന്നു. അവളെ ഒറ്റയ്ക്കല്ല ക്വിൻസിയുടെ ബ്രദറിനെയും ചേർത്താണ് ക്ഷണിക്കുന്നത്. ആദ്യം അതവൻ നിരസിക്കുന്നുണ്ടെങ്കിലും ഒടുക്കം സെന്നിന്റെ ആവശ്യാനുസരണം അവിടെ സ്റ്റേ ചെയ്യാനായി സമ്മതിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ആൾമാറാട്ടം നടന്നത് മനസ്സിലാക്കിയപ്പോഴും താൻ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി മരിച്ചു, അതിന് പകരമാണ് ഇവൾ ഇങ്ങനെ വന്നതെന്ന് തിരിച്ചറിയാതെ അവൾക്ക് ആ വിവാഹത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും കുടുംബാംഗങ്ങളെ തൃപ്തിപ്പെടുത്താനായി ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തേണ്ടി വന്നതാണെന്നും മാത്രമേ അവൻ കരുതുന്നുള്ളൂ. ഇങ്ങനെ വെഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായി ഹൂവിനെയും കൂട്ടി പോകുന്ന സെൻ അവളെ പല ഡ്രസ്സ് ട്രയൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾ ഇട്ടുകൊണ്ട് വരുന്നതൊന്നും ഇഷ്ടപ്പെടാതെ അവൻ ഒടുക്കം ഈ ഡ്രസ്സ് കടയിൽ തന്നെ കുറ്റം പറഞ്ഞ് അവിടുത്തെ ഷോപ്പ് ഓണറിനെ തന്നെ കൊലപ്പെടുത്തുന്നുണ്ട്. അവന്റെ ഒറ്റവെടിയിൽ ആ ഷോപ്പ് ഓണർ മരിക്കുന്നത് കണ്ട് ഹൂ ആകെ പേടിച്ചു വരയ്ക്കുന്നു. ഇവൻ വളരെ കർക്കശക്കാരനാണ്, കണ്ണിച്ചോറയില്ലാത്തവനാണ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവൻ ചെയ്യുന്ന ഒരു നീച പ്രവൃത്തി അവൾ ആദ്യമായല്ലേ കാണുന്നത്. അവൾ അതിന്റെ ഒരു ഷോക്കിലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം സെൻ ജോലിക്ക് പോയ ശേഷം അവന്റെ മുറി പരിശോധിക്കുന്ന അവൾ ചില കുറിപ്പുകൾ കാണുന്നു. അതിൽ ഇന്നലെ ഇവർ പോയ കടയുടെ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കണ്ട് ഒരു ഡൗട്ട് തോന്നുന്ന അവൾ ആ ഒരു കടയിൽ ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ അവളുടെ മുന്നിൽ സെന്നിന്റെ വെടിയേറ്റ് മരിച്ചു വീണ കടക്കാരൻ ഇന്നതേ ജീവനോടെ നിൽക്കുന്നു. എന്താണ് ഇതിന്റെ ഗുട്ടൻസ് എന്ന് അവൾ ചോദിക്കുമ്പോൾ ആദ്യം അയാൾ പറയുന്നില്ലെങ്കിലും ശരിക്കും അയാളെ ഇട്ട് കൊടയുന്ന അവൾക്ക് സെൻ പർപ്പസ്ഫുള്ളി ഇയാളുമായി ചേർന്ന് അയാളെ വെടിവെച്ച് കൊല്ലുന്നത് പോലെയും ഇയാൾ മരിക്കുന്നത് പോലെയും ഒക്കെ ഒരു നാടകം കളിച്ച് ഇയാൾക്ക് അതിനുവേണ്ടി കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. സെൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന അവൾക്ക് അവൻ പർപ്പസ്ഫുള്ളി പബ്ലിക്കിന്റെ മുന്നിൽ അവൻ വളരെ ക്രൂരനാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരാളാണെന്ന ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്കറിയില്ല. അവൾ അങ്ങനെ സെന്നിന്റെ ഫാമിലിയിൽ താമസിച്ച് ക്വിൻസിയുടെ മരണത്തിന്റെ രഹസ്യം കണ്ടെത്താനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ക്വിൻസിയുടെ സഹോദരനായ ഡുറാൻ ഇവിടെ നിന്ന് മടങ്ങി പോകാനായി അവളെ നിർബന്ധിക്കുന്നു. കാരണം അവൻ അവളോട് ഒരു ഫീലിംഗ്സ് ഉണ്ട്. പക്ഷെ ക്വിൻസിയുടെ മരണത്തിന്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ മടങ്ങി വരില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ പിന്നീട് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സെന്നിന് ഒരു വാർലോഡായിരിക്കാനൊന്നും തീരെ താല്പര്യമില്ല. സത്യത്തിൽ യുദ്ധം പോലും തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് സെൻ എന്നതും അങ്ങനെ ഒരാൾ പടത്തലവനായി നിയമിക്കപ്പെടാതിരിക്കാനായിട്ടാണ് അവൻ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ക്രൂരൻ ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നതെന്നും അങ്ങനെ ആയാൽ പബ്ലിക്കായി തന്നെ അവനെ സ്ഥാനം ഒഴിയാനായി നിർബന്ധിക്കുമെന്നും അതുവഴി തന്റെ കുടുംബത്തിന് തന്നെ പ്രഷറൈസ് ചെയ്ത് സ്ഥാനം ഒഴിപ്പിക്കേണ്ടി വരുമെന്നും അവൻ ചിന്തിക്കുന്നുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്ന് ഹൂ അവനോട് പറയുന്നു. കാരണം ഒരു യുദ്ധത്തിലാണ് സെന്നിന് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. ഇപ്പോ ഇവരുടെ വിവാഹം നടക്കേണ്ട ദിവസം കല്യാണ പെണ്ണിന് പകരം മറ്റൊരാളാണ് വധുവായി ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നതെന്ന് എല്ലാവരുടെ മുന്നിൽ സെൻ വെളിപ്പെടുത്തിയാൽ അത് വലിയ ഇഷ്യൂ ആവും. തുടർന്ന് ഈ ഒരു സ്ഥാനം പോലും തനിക്ക് ആ ഒരു ഇഷ്യൂ കാരണം മാറാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവൻ അതിനുവേണ്ടിയാണ് ആൾമാറാട്ടം നടന്നത് അറിഞ്ഞിട്ടും അത് മിണ്ടാതിരുന്നതെന്ന് മനസ്സിലാക്കുന്ന ഹൂ അതിനെപ്പറ്റി പറയുമ്പോൾ തന്റെ പദ്ധതിയെല്ലാം ഇവൾ കൃത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന സെൻ അവളുമായി ഒരു ഡീൽ വെക്കുന്നു. അതായത് ഇവൻ വിചാരിക്കുന്നത് പോലെ ഇവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാഹചര്യം സഹകരിച്ചു നിന്ന് ഹൂ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരാളെ കണ്ടെത്താനായി സെൻ തന്നെ സഹായിക്കണമെന്നതായിരുന്നു അവളുടെ ആവശ്യം. വിവാഹം വരെ നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്യാനായി ഇവർ തീരുമാനിക്കുന്നു. അതിനായി പബ്ലിക്കിന്റെ മുന്നിൽ തങ്ങളുടെ വിവാഹം വളരെ സന്തോഷത്തോടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേരെ പോലെ ഇവർ അഭിനയിക്കുന്നുണ്ട്. ഷെൻ ഫാമിലിയിലെ യഥാർത്ഥ ക്വിൻസിയെ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ആൾമാറാട്ടവും പബ്ലിക്കിന് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവരുടെ വിവാഹ ദിവസം വന്നെത്തുമ്പോൾ ഹൂ വിവാഹിതയാവുന്നത് തടയാനായി അവളോട് ഫീലിംഗ്സ് ഉള്ളിലുള്ള ക്വിൻസിയുടെ സഹോദരനായ ഡുറാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. ദേഷ്യം വരുന്ന അവൻ ഈ ഒരു വിവാഹം തടയാനായി സെന്നിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ അവൻ അത് തടഞ്ഞ് തിരിച്ച് ഡുറാനെ ആക്രമിക്കാനായി ഒരുങ്ങുന്ന ടീം ഡുറാനെ കൊല്ലരുത് എന്ന് ഹൂ സെന്നിനോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ വിവാഹം നടക്കുന്ന വേദിയിൽ എത്തിക്കഴിയുമ്പോൾ പ്ലാൻ ചെയ്തതുപോലെ ഇത് യഥാർത്ഥ ക്വിൻസിയ അല്ല എന്ന് സെൻ വെളിപ്പെടുത്തുമെന്ന് കരുതി ഹൂ കാത്തിരിക്കുകയാണ്. പക്ഷെ അവിടെ നടന്നത് മറ്റൊന്നാണ്. അവൻ അവളെ വിവാഹം കഴിക്കാനായി സമ്മതം അറിയിക്കുമ്പോൾ എന്ത് ഇത് പറഞ്ഞതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് എന്നവളൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിലും അവളും ആ ഒരു ഒഴുക്കിനൊത്തു നിൽക്കുന്നു. അങ്ങനെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഡുറാൻ കാരണമുണ്ടായ സെന്നിന്റെ കയ്യിലെ മുറിവില് മരുന്ന് വെച്ചു കൊടുക്കുന്ന ഹൂ എന്തുകൊണ്ടാണ് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നീ വളരെ ഇന്റലിജന്റാ, നീ ജസ്റ്റ് ഒരു വീട്ടുജോലിക്കാരിയെ പോലെയല്ല, നിനക്ക് അതിസമർത്ഥമായ ബുദ്ധിയുണ്ട്, ആ ബുദ്ധി യൂസ് ആകുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ കൂടെ നിർത്തിയത് എന്ന് പറയുന്നവന് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. എന്തായാലും നിനക്കറിയേണ്ടത്
ക്വിൻസിയുടെ കൊലയാളി ആരാണെന്നല്ലേ? എന്റെ കൂടെ എന്റെ ഭാര്യയെ ഇവിടെ നീ ഒന്ന് അഭിനയിച്ച് നിൽക്ക്, അപ്പോഴേക്കും അത് നിനക്ക് കണ്ടെത്താനായി ഞാൻ സഹായിക്കാമെന്ന് പറയുന്ന അവൻ ഒരു എഗ്രിമെന്റ് അവളുമായി വെക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സെന്നിന്റെ കയ്യിൽ ക്വിൻസിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു മിലിറ്ററി ബാഡ്ജ് ഹൂ കാണുന്നത്. ക്വിൻസിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഡ്ജ് അവളെ ഉപദ്രവിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ആളിന്റേതാണ് എന്ന് വിശ്വസിക്കുന്ന ഹൂ അതേ കണക്കൊരു ബാഡ്ജ് സെന്നിന്റെ കയ്യിൽ കാണുമ്പോൾ ഇവനാണോ ഇനി അവൻ വിവാഹം ചെയ്യാനിരുന്ന ക്വിൻസിയെ അവൾ അവനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതെന്ന ഒരു ചിന്തയിലേക്ക് എത്തുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ അവൻ ഏതാണ്ട് യഥാർത്ഥ തോക്കും കൊണ്ട് വെടിവെക്കുന്നത് പോലെ കൈയും കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ അത് കാണുന്നവൻ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് അവളുടെ കൈവിരലിൽ ഒരു കടി കൊടുക്കുന്നു. എന്തായാലും അടുത്ത ദിവസം സെന്നിന്റെ അച്ഛനുമായി നല്ലൊരു റാപ്പോ ഹൂ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനോട് കാര്യമായി അവൾ പെരുമാറുന്നുണ്ട്. പക്ഷെ അച്ഛന്റെ രണ്ടാം ഭാര്യയ്ക്ക് സെന്നിനോടെ താല്പര്യമില്ല. പിന്നെയല്ലേ അവന്റെ ഭാര്യയായി ഇവിടെ എത്തിയിരിക്കുന്ന ഇവളോട്. തുടർന്ന് രണ്ടാനമ്മ ഇവളുമായി വഴക്കിട്ട് അവളെ അടിക്കാനായി കൈ ഓങ്ങുമ്പോ അത് കണ്ടെത്തുന്ന സെൻ അത് തടുക്കാണ്. വളരെ കാര്യമായി തന്നെ ഹൂവിനോട് പെരുമാറുന്നുണ്ടെങ്കിലും അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ അവൾ വീണ്ടും തന്റെ കയ്യിൽ ഒരു യഥാർത്ഥ തോക്കുണ്ടായിരുന്നെങ്കിൽ ഇവനാണ് ക്വിൻസിയുടെ കൊലപാതകി എന്ന തന്റെ സംശയം സത്യമാണെങ്കിൽ ഉറപ്പായും ഇവനെ വെടിവെച്ച് കൊന്നേനെ എന്ന് തന്നെ മനസ്സിലോർക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ആകട്ടെ അവൾ നേരെ ഡുറാന്റെ അടുത്തേക്ക് ചെന്ന് നിന്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരൻ സെൻ ആണെന്നാണ് എന്റെ സംശയം, അവനെ അതിൽ ശിക്ഷിക്കാൻ നീയും സഹായിക്കണമെന്ന് പറഞ്ഞ് അവനുമായി കൂട്ടുചേർന്ന് സെന്നിനെ ആക്രമിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ ആക്രമിക്കാനായി അവരുടെ കയ്യിൽ കിട്ടിയതാകട്ടെ വെറും ഒരു ഉണ്ടയില്ലാത്ത തോക്കായിരുന്നു. അതുകൊണ്ട് സെന്നിനെ വെടിവെക്കാൻ നോക്കി ആകെ ചമ്മി നിൽക്കുന്ന ഡുറാനെ നിസാരമായി തട്ടിമാറ്റി അവിടെ തനിക്കെതിരെ തിരിഞ്ഞു നിന്നിരുന്ന ഹൂവിനെ തിരികെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സെൻ. ഇവനെ താൻ സംശയിച്ച് കൊല്ലാൻ നോക്കിയിട്ടും എന്തിനാണ് ഇവൻ തന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന അന്താളിപ്പിലായിരുന്നു അവളും. തിരിച്ചു താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ നിങ്ങളാണ് ക്വിൻസിയെ കൊന്നത് എന്നതിന് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ആക്രോശിക്കുന്ന അവൾ ക്വിൻസിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ബാഡ്ജ് സെന്നിന്റെ കയ്യിലുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. ആ ഒരു സമയം ഈ ബാഡ്ജിന്റെ കാര്യം കൊണ്ട് നിനക്ക് എങ്ങനെ ഞാൻ ഒരു കൊലപാതകയാണെന്ന് പറയാൻ സാധിക്കും? ഈ ബാഡ്ജ് എനിക്ക് മാത്രമല്ല എന്റെ അച്ഛനും മറ്റ് പ്രധാനപ്പെട്ട ചൈനീസ് കമാൻഡേഴ്സിനും ഉള്ളതാണ്. അതുകൊണ്ട് സംശയിക്കുകയാണെങ്കിൽ എന്നെ മാത്രമല്ല മറ്റു പലരെയും നീ സംശയിക്കേണ്ടി വരുമെന്ന് ആ ബാഡ്ജിന്റെ കാര്യം വെച്ച് സെൻ പറയുമ്പോ ഇത് ഇവന് മാത്രമല്ല ഉള്ളതെന്ന കാര്യം അപ്പോഴാണ് അവൾ അറിയുന്നത്. അപ്പോ താൻ എടുത്തു ചാടി പെരുമാറിയത് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയിട്ടും തെറ്റിദ്ധാരണയുടെ പേരിലായിട്ട് പോലും എന്താ എന്നോട് ദേഷ്യമില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അവൻ പറയുന്ന സമയത്ത് അവൾക്കും അവനോട് വല്ലാത്തൊരു താല്പര്യം തോന്നുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ കെയറിംഗ് ആയിട്ടാണ് സെൻ ഹൂവിനോട് പെരുമാറുന്നത്. ഇപ്പൊ തന്നെ ഡുറാൻ അവന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി അയൽ രാജ്യത്തേക്ക് പോകാനായി ഹൂവിനോട് യാത്ര പറയാനായി വരുമ്പോ പോലും ഡുറാൻ അവളെ കെട്ടിപ്പിടിച്ച് യാത്ര പോലും പറയാൻ സെൻ അവനെ അനുവദിക്കുന്നില്ല. അവൾ അവന്റെ തോളിൽ ചാരിയിരുന്ന് ഡുറാനെ റെയിൽവേ സ്റ്റേഷനിലെ യാത്രയാക്കിയിട്ട് തിരിച്ചുള്ള യാത്രയിൽ ഉറങ്ങുമ്പോ പോലും അവളെ ഉണർത്താതെ അവൾ ഉണരാനായി വണ്ടിയിൽ തന്നെ അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഉണരുന്നവൾക്ക് ഇഷ്ടമുള്ള കേക്ക് ഗിഫ്റ്റ് ചെയ്യുന്നവൻ അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഇവരിപ്പോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചവരാണെങ്കിലും ഇപ്പോൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നത് തീർച്ച. പിന്നീട് നമ്മൾ കാണുന്നത് സെൻ അവനെ പോലെ തന്നെ ആ ബാഡ്ജുള്ള അവന്റെ അച്ഛൻ ഒഴിച്ചുള്ള മറ്റു 3 കമാൻഡേഴ്സിനോട് സംസാരിക്കുന്ന സമയം ക്വിൻസിയയ്ക്ക് അപകടം പറ്റുന്ന ടൈം ഇവരാരും ആ ഒരു സംഭവ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല എന്ന് ഇൻഡയറക്റ്റ് ആയി അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താനും അല്ലെങ്കിൽ പിന്നീട് ആ ബാഡ്ജ് കൈവശം വെച്ചിരിക്കുന്ന തന്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരുമകളാകേണ്ടിയിരുന്ന അവളെ ഉപദ്രവിച്ചത് എന്ന് കൺഫേം ചെയ്യുന്ന അവൻ വലിയ ഞെട്ടല് അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോഴേക്കും തന്ത്രപരമായി സെന്നിന്റെ അച്ഛന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ടീം ഹൂ അദ്ദേഹത്തോട് സംസാരിച്ച് ആ ദിവസം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഇയാൾ തന്നെയാണ് ക്വിൻസിയെ ആക്രമിച്ചത് എന്ന് അവൾ കണ്ടെത്തുന്നു. അവൾ അതിന്റെ കലിപ്പിൽ അയാൾ അടക്കം ഈ ഒരു കുടുംബം ഒന്നിച്ച് അഗ്നിക്കിരയാക്കാനായി ഒരുങ്ങുന്ന സമയമാണ് അങ്ങോട്ടേക്ക് സെൻ എത്തുന്നത്. അവനോട് അവൾക്ക് താല്പര്യമുണ്ടെങ്കിലും പ്രതികാരമാണ് വലുത് എന്ന് കണക്ക് കൂട്ടുന്ന അവൾ ക്വിൻസിയയ്ക്ക് വേണ്ടി ഈ ഒരു കുടുംബം മൊത്തത്തിൽ അവളെ അടക്കം കത്തിക്കാനായി ഒരുങ്ങുമ്പോൾ അത് തടുക്കുന്ന അവൻ നീ ഇപ്പോ എന്റെ അച്ഛനെ വെറുക്കുന്നത് പോലെ തന്നെ ഞാനും അയാളെ വെറുക്കുന്നുണ്ട്, ഇന്നല്ല പണ്ടേ വെറുക്കുന്നുണ്ട്, അയാൾ കാരണമാണ് എന്റെ അമ്മ മരിച്ചത് എന്നവൻ വെളിപ്പെടുത്തുമ്പോ അതിന്റെ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാളുടെ വരവ്. ആ വന്നിരിക്കുന്ന ആളിനെ കണ്ട് അത് ആരാണെന്ന് മനസ്സിലാവാതെ സെൻ നിൽക്കുമ്പോ പക്ഷെ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാവുന്ന ഹൂ ആകട്ടെ അല്പം ഒന്ന് ശാന്തമാകുന്നുണ്ട്. ആരാണത് എന്ന് സെൻ ചോദിക്കുമ്പോ എന്റെ പേര് ബിങ് എന്നാണ്, ഞാൻ ഇവളുടെ സുഹൃത്തായ ഒരു ഡോക്ടറാണ്, ഇവളെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ബിങ് മുന്നേ ഷേവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ബിങ്ങിനെ കൊന്നത് സെന്നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞ് അയാളുടെ ഒരു പോറൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു മുറിവ് പരിശോധിച്ച് ബിങ് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ബിങ് ആരാണ് എന്ന ഐഡന്റിറ്റിയിൽ ഒരു സംശയം തോന്നിയിട്ടുള്ള സെൻ സത്യത്തിൽ അവൾ ആരാണെന്ന് ഹൂ പറയാതെ തന്നെ അന്വേഷിച്ചു കണ്ടെത്തുന്നു. അവൾ മറ്റാരുമല്ല, മരിച്ചു എന്ന് നമ്മൾ കരുതിയ ക്വിൻസിയാണ്. ക്വിൻസിയ പീഡിപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷെ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഹൂവിന്റെ സഹായത്തോടെ മാറി നിന്ന് അവളെ ഉപദ്രവിച്ച ആളിന്റെ കുടുംബത്തോട് പ്രതികാരം വീട്ടാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും
ഒറ്റയടിക്ക് ഈ കുടുംബത്തിലുള്ളവരെ ഹൂ വിചാരിച്ചതുപോലെ അഗ്നിക്കിരയാക്കി കൊല്ലാതെ ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി കൊല്ലാനായി പദ്ധതിയിട്ട് ഇവിടെ ഒരു ഡോക്ടറായി കയറി പറ്റിയിരിക്കുന്ന ക്വിൻസിയ ആദ്യം തന്നെ സെന്നിന്റെ രണ്ടാനമ്മയെ കൊല്ലുന്നു. അതീവ രഹസ്യമായി ആ കൊലപാതകം ചെയ്ത് അവൾ അത് മറച്ചു വെക്കുന്നു. അതിനുശേഷം സെന്നിന്റെ അച്ഛനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് മുന്നേ അയാളുടെ വിശ്വാസ്യത അവൾ നന്നായി പിടിച്ചു പറ്റാനായി അയാളെ വേണ്ട രീതിയിലെല്ലാം പരിചരിക്കുന്നു. അതിന്റെ ഇടയിൽ സെന്നിനെ കൊല്ലാനായി അവൾ വിഷം കലക്കുന്നുണ്ടെങ്കിലും അത് മാറി കുടിക്കുന്നത് ഹൂ ആണ്. അത് ഉടനടി കൊല്ലുന്ന വിഷമല്ല, സ്ലോ പോയിസൺ ആണ്. ഇത് മനസ്സിലാക്കുന്ന സെൻ ക്വിൻസിയോട് തന്നെ അതിനുള്ള മറുമരുന്ന് ചോദിക്കുമ്പോൾ ഈ മറുമരുന്ന് ഒരേ ഒരാളുടെ കയ്യിലേ ഉള്ളൂ എന്ന് പറഞ്ഞവൾ അത് കിട്ടുമെങ്കിൽ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞ് ആ ഒരു അഡ്രസ്സ് കൊടുത്തുവിടുന്നു. അങ്ങനെ ആ മറുമരുന്ന് തേടി സെൻ പോകുന്ന സമയത്ത് സത്യത്തിൽ ക്വിൻസിക്ക് വേണ്ടി പ്രതികാരം വീട്ടാനായിട്ടാണ് ഹൂ ഇവിടേക്ക് വന്നതെങ്കിലും അവളിങ്ങനെ വളരെ പൈശാചികമായി ക്രൂരമായി ഇഞ്ചിഞ്ചായി ഓരോരുത്തരെ കൊല്ലാനായി പദ്ധതി ഇട്ടതും സെന്നിന്റെ രണ്ടാനമ്മയെ വളരെ ക്രൂരമായി കൊന്നത് മനസ്സിലാക്കുമ്പോഴുമെല്ലാം ആകെ ഭയപ്പെടുന്നുണ്ട് ഇതിന്റെ അവസാനം എന്താകുമെന്ന്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അങ്ങനെ തന്റെ ജീവിതം ആ പീഡനത്തിന് ശേഷം നശിച്ചു എന്ന് കരുതി മരിക്കാനായി തീരുമാനിച്ച ക്വിൻസിയ ഇങ്ങെന്ന ഒരാളുടെ അടുത്താണ് വന്നുപെടുന്നത്. അയാൾ അവളെ ചികിത്സിക്കുകയും പ്രതികാരം വീട്ടാനായിട്ടുള്ള കാര്യങ്ങൾ അവളെ മനസ്സിൽ കുത്തി നിറച്ചു കൊടുക്കുകയും ചെയ്തു. അവൾക്ക് വേണ്ടി പ്രതികാരം വീട്ടാനായി സെന്നിന്റെ കുടുംബത്തിലേക്ക് പോയ ഹൂവിനെതിരെ പോലും ഇങ് സംസാരിക്കുന്നുണ്ട്. അവൾ നിനക്ക് വേണ്ടി പ്രതികാരം വീട്ടാനാണെന്നും പറഞ്ഞു പോയി ഇപ്പോൾ അവിടെ സെന്നിനെ വിവാഹം കഴിച്ച് സുഖിച്ച് ജീവിക്കുകയാണെന്ന്. എന്തായാലും അത് കേട്ട് ഒരു സംശയത്തിലാണ് കാര്യങ്ങൾ അറിയാനായി ക്വിൻസി എവിടേക്ക് എത്തിയത്. പക്ഷെ വീട് കത്തിക്കാനായി മടിച്ചു നിൽക്കുന്ന ഹൂവിനെ കണ്ടപ്പോഴും സെന്നിനോട് അവൾ കാണിക്കുന്ന അടുപ്പം മനസ്സിലാക്കിയപ്പോഴും തന്നോട് ഇങ്ങ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ക്വിൻസിയ മനസ്സിൽ കരുതി. അതുകൊണ്ട് തന്നെ തന്റെ ഉറ്റ തോഴിയായിരുന്ന ഹൂ ഇപ്പോൾ താൻ നൽകിയ വിഷം മൂലം അഫക്റ്റഡ് ആയിട്ട് പോലും യാതൊരുവിധ മനസ്സലിവും ക്വിൻസിയ അവളോട് കാണിക്കുന്നില്ല. കൂടാതെ ഒരു ട്രാപ്പിലേക്കാണ് അവൾക്കുള്ള മറുമരുന്ന് വാങ്ങാനെന്ന വ്യാജേന സെന്നിനെ ക്വിൻസിയ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഹൂവിന് ആകെ ടെൻഷൻ ആവുന്നു. അപ്പോഴേക്കും ക്വിൻസിയ പറഞ്ഞു കൊടുത്ത അഡ്രസ് വെച്ച് മറുമരുന്നിന് വേണ്ടി സെൻ വന്ന് നിൽക്കുന്നത് ക്വിൻസിയുടെ ഉള്ളിൽ ഹൂവിനെ പോലും തന്റെ ശത്രുവായി മാറുന്ന രീതിയിൽ വിഷം കുത്തി നിറച്ചിരുന്ന ഈയുടെ മുന്നിലേക്കാണ്. ഈ ആകട്ടെ തന്ത്രപരമായി തന്റെ അടുത്തേക്ക് എത്തിയ സെന്നിന്റെ ശരീരത്തിൽ ഒരു വിഷം കുത്തിവെക്കുന്നു. ആള് വളരെ വീക്ക് ആവുന്നുണ്ടെങ്കിലും ഒരുവിധം മറുമരുന്ന് കൊടുക്കാതെ ഒഴിഞ്ഞു മാറാനായി ശ്രമിച്ച ഇങ്ങിന്റെ കയ്യിൽ നിന്ന് മറുമരുന്നുമായി തിരികെ ഹൂവിന്റെ അടുത്തേക്ക് എത്താനായി സെന്നിന് കഴിഞ്ഞെങ്കിലും അവൻ അപ്പോഴേക്കും ശരീരം കൊണ്ട് ആകെ വീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സെന്നിന്റെ അച്ഛന് അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിചരിക്കാനായി മരുന്ന് കൊടുക്കുന്നത് പോലെ വിഷമരുന്ന് കൊടുത്തു അദ്ദേഹത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുന്നു. ആ സമയത്ത് ഹൂ ക്വിൻസിയുടെ അടുത്തേക്ക് എത്തി ഇതൊക്കെ നിർത്ത് പ്ലീസ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിനക്ക് സെന്നിന്റെ ജീവനാണ് ഏറ്റവും വലുതെങ്കിൽ അവനെ നീ ഉപേക്ഷിച്ച് അവനെ നീ എനിക്ക് വിട്ടു തന്നാൽ അവനെ രക്ഷിക്കുന്ന കാര്യം ഞാൻ നോക്കാമെന്ന് ക്വിൻസിയ പറയുമ്പോൾ സെൻ ജീവനോടെ ഉണ്ടായാൽ മതി, തന്റെ കൂടെ ഇല്ലെങ്കിലും ആള് ഹാപ്പിയായി ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഹൂ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ താനൊരു ആൾമാറാട്ടം നടത്തി ഇവിടെ കയറിക്കൂടിയ ആളാണെന്ന വെളിപ്പെടുത്തൽ ഹൂ അവിടെ പബ്ലിക്കിന്റെ മുന്നിൽ നടത്തി അവൾ അവിടെ വിട്ടിറങ്ങി പോന്നു. ഈ സമയത്ത് തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷാംശം മൂലം ഇതൊന്നും അറിയാതെ വളരെ വീക്കായി ഇരിക്കുകയായിരുന്നു സെൻ. അവൻ പിന്നീട് മയക്കത്തിൽ നിന്നുണരുമ്പോഴേക്കും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചലനശേഷി നഷ്ടപ്പെട്ട് ഒരു അനങ്ങാപ്പാറ കണക്കിപ്പോ ഇരിക്കുന്ന സെന്നിന്റെ അച്ഛന്റെ കൈ അടയാളം പതിപ്പിച്ച് ആ സ്വത്തുവകകളെല്ലാം തന്റെ പേരിലേക്ക് ക്വിൻസിയ മാറ്റുന്നു. കൂടാതെ ഏറ്റവും വലിയ സൈനിക കമാൻഡർ ആയിരുന്ന സെന്നിന്റെ അച്ഛന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി നിറവേറ്റിയിരുന്ന മറ്റു 3 കമാൻഡോസിനെയും തന്റെ വരുതിയിലേക്ക് അവൾ കൊണ്ടുവരുന്നു. അതിന്റെ ഇടയിൽ സെന്നിനെ തന്നിലേക്ക് ആകർഷിക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. കാരണം സെൻ വളരെ സ്ട്രോങ് ആണെന്നും അവൻ തന്റെ കൂടെ ഉണ്ടെങ്കിൽ താൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കുമെന്നും അവൾ ഇങ്ങുമായി പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അവനെ വശീകരിക്കാനായി അവൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു തരി പോലും ക്വിൻസിയെ സെൻ വില കൽപ്പിച്ചില്ല. അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞെങ്കിലും സെൻ അച്ഛനെ പരിചരിക്കുന്നത് കാണുന്ന ക്വിൻസി അവനോട് നിങ്ങളുടെ അച്ഛന്റെ ശരീരത്തില് ഞാൻ ഒരു വിഷം കുത്തിവെച്ചിട്ടുണ്ട്, അതിനുള്ള മറുമരുന്നും എന്റെ കയ്യിലുണ്ട്. പക്ഷെ 3 ദിവസത്തിനുള്ളിൽ ആ മറുമരുന്ന് അച്ഛന്റെ ശരീരത്തിൽ കുത്തിയില്ലെങ്കിൽ പിന്നെ ഇയാൾ മരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ എന്ന് ആലോചിക്കാനായി അവൾ പറയുന്നു. എന്തായാലും മരണപ്പെട്ടു എന്ന് കരുതിയ തന്റെ സഹോദരി മരിച്ചിട്ടില്ല, അവൾ പുഴയിൽ ചാടി മരിച്ചതുപോലെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പ്രതികാരം വീട്ടാനായി മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവൾ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഡുറാൻ ഹൂവിനോട് അവളെ പറ്റിയുള്ള ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. മറ്റൊന്നല്ല, ഹൂ മറ്റൊരു നാട്ടിലെ അതിസമ്പന്നമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. പക്ഷെ ആ നാട്ടിൽ യുദ്ധവും കാര്യങ്ങളും ഒക്കെ നടന്ന സമയം ഇവരുടെ കുടുംബത്തിന് നേരെ ആക്രമണം നടന്നപ്പോൾ അന്ന് 2 വയസ്സുണ്ടായിരുന്ന ഹൂവിനെ ഒരു വിശ്വസ്തനെ ഏൽപ്പിച്ച് അവളുടെ ജീവൻ രക്ഷിക്കാനായി ഈ നാട്ടിലേക്ക് അവളെ പറഞ്ഞു വിടുകയായിരുന്നു. അങ്ങനെ ഇവിടേക്ക് എത്തിയ അവൾ തുടർന്ന് ഷെൻ ഫാമിലിയിലെ ഒരു മെയ്ഡായി വളർന്നു. എന്തായാലും നീ തിരിച്ച് നിന്റെ നാട്ടിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നിനക്ക് സേഫ് എന്ന് ഡുറാൻ പറയുമ്പോ അങ്ങനെ ഞാൻ പോവില്ല, പോവാണെങ്കിൽ എനിക്ക് കൂടെ സെന്നിനെയും വേണമെന്ന് സെന്നിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഹൂ മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്തായാലും ആരാണ് ഈ ഇങ്, അയാൾ എന്തിനാണ് ക്വിൻസിയുടെ കൂടെ ചേർന്ന് അവളെ ഇങ്ങനെ ഒരു പപ്പറ്റ് കണക്ക് അയാളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നറിയാനായി ക്വിൻസിയുമായി അടുപ്പം അഭിനയിക്കുകയാണ് സെൻ. എന്തായാലും ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാതെ എങ്ങനെയും ഇവരെ തടയണം എന്ന് ചിന്തിക്കുന്ന സെൻ ഡുറാന്റെയും ഹൂവിന്റെയും കൂടെ രഹസ്യമായി പ്ലാൻ ചെയ്യുന്നു. അതേ ടീം ക്വിൻസിയ സെന്നിനെ നിയന്ത്രണത്തിൽ വെക്കാനായി ശ്രമിച്ചിരുന്നു. അവനെ
അവന്റെ ഇഷ്ടത്തിന് പുറത്തെങ്ങും ഇറങ്ങാനായി അനുവദിക്കാതെ ഒരു തടവറയിൽ പാർപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനായി അവന് സാധിച്ചു. തുടർന്ന് കലിയിളകുന്ന അവൾ സെൻ ഹൂവിനെ കാണാനായി ചെന്നിട്ടുണ്ടെന്ന് വിവരം പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അവിടെ അവൾ കാണുന്നത് സെന്നിനെ പോലെ വേഷം മാറി നിൽക്കുന്ന അവളുടെ സ്വന്തം സഹോദരനെയാണ്. അവൾ ആകെ ഞെട്ടുന്നു. അപ്പോഴേക്കും ഹൂവിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സെൻ തുടർന്ന് എന്ത് ചെയ്യാം എന്ന പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ തന്നെ ക്വിൻസിയെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തണം. പാവം അവളുടെ മനസ്സിനെ മുഴുവൻ അവർ തകർത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഹൂ സങ്കടപ്പെടുന്നു. അങ്ങനെ സെൻ പറഞ്ഞത് കേൾക്കാതെ ഹൂ ക്വിൻസിയുടെ അടുത്തേക്ക് പർപ്പസ്ഫുള്ളി പോവാണ്. പക്ഷെ ക്വിൻസിയ ഹൂവിനെ ബന്ദിയാക്കി അവളെ വെച്ചുകൊണ്ട് സെന്നിനെ വീണ്ടും തന്റെ അടുത്ത് കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ സെൻ അവളുടെ അടുത്തേക്ക് ഹൂവിന് വേണ്ടി വരുന്നു. ഹൂവിനെ വിട്ടയക്കാനും പകരം തന്നെ ബന്ദിയാക്കാനും അവൻ അവളോട് പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നല്ലോ ക്വിൻസിക്ക് വേണ്ടത്. പക്ഷെ ആ ഒരു ടൈമിൽ ഹൂവിന് തന്റെ അമ്മ മരണത്തിന് മുന്നേ തനിക്ക് നൽകിയതായി അവൻ കയ്യിൽ വളരെ വളരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പേനയും അവൾക്ക് അവൻ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന സെന്നിന്റെ സ്റ്റെപ്പ് മദറിന്റെ ബ്രദർ അവനെ വെടിവെക്കുന്നു. അവനാണ് തന്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരനെന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ സെന്നിനെ വെടിവെക്കുന്നത്. സെൻ തുടർന്ന് നിന്നിരുന്ന പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. സെൻ അപകടത്തിൽ പെട്ടത് കണ്ട് ഹൂവിനൊന്നും ചെയ്യാനും സാധിച്ചില്ല. അവൾക്ക് വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അങ്ങനെ തന്റെ സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തുന്ന അവൾ അവിടെ തുടർന്ന് താമസിക്കുകയാണ്. പക്ഷെ അവൾ അപ്പോഴെല്ലാം സെന്നിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവൻ പാലത്തിൽ നിന്ന് വീഴുന്നത് അവൾ കണ്ടെങ്കിലും ഒരിക്കലും അവന് അപകടം പറ്റില്ല, അവൻ സേഫായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയും അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി അവൾ ഓരോ കുറിപ്പുകൾ ദിവസവും എഴുതാറുണ്ടായിരുന്നു. ഇതേ ടീം സെന്നാകട്ടെ ഇങ്ങിന്റെയൊക്കെ ആ ഒരു റെബല്യൻ ഗ്രൂപ്പിന്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ താനൊരു പടത്തലവനാണ് എന്നത് വെളിപ്പെടുത്താതെ ഒരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനാണെന്നും തന്റെ നാട്ടിൽ നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ തന്നെ കുറ്റക്കാരനാക്കാൻ നോക്കിയപ്പോ രക്ഷപ്പെടാനായി ഓടി ഒളിച്ച് താൻ ഇവരുടെ കയ്യിൽ വന്ന് പെട്ടതാണെന്നും അവൻ സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഹൂവിനെ കാണാനായി അവൾ താമസിച്ചിരുന്ന അവളുടെ കുടുംബ വീട്ടിലേക്ക് സെൻ എത്തുന്നു. അവൻ ഒരു സൈനിക കമാൻഡറായി തന്നെയാണ് ആ ഒരു ടീം വന്നിരുന്നത്. അവനെ കാണുന്നവൾ കുറച്ച് നാളുകളായി അവനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തതിന്റെ സങ്കടങ്ങൾ തീർക്കാനായി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. കൂടാതെ അപ്പോഴാണ് സെന്നിന്റെ കൂടെ അവനെ വെടിവെച്ച് പാലത്തിൽ നിന്ന് തള്ളിയിട്ട സ്റ്റെപ്പ് മദറിന്റെ ബ്രദറെയും അവൾ കാണുന്നത്. ഇയാൾ സെന്നിന്റെ ശത്രു അല്ലേ, സെന്നിനെ കൊല്ലാൻ നടക്കുന്ന ആളല്ലേ എന്ന് അന്തം വിടുന്ന അവൾ അപ്പോഴാണ് സത്യത്തിൽ അന്ന് നടന്നത് ഇവരുടെ രണ്ടുപേരുടെയും തിരക്കഥ പ്രകാരമായിരുന്നു എന്നത് മനസ്സിലാക്കുന്നത്. പർപ്പസ്ഫുള്ളി റെബല്യൻ കമ്മിറ്റിയിൽ പെട്ട ആളുകളെ പറ്റി അറിയാനായിട്ട് അവരുടെ അടുത്ത് പെടാനായി ഒരു തന്ത്രമായിരുന്നു അത്. അവിടെ വെച്ച് ഈ റെബല്യൻ കമ്മിറ്റി എന്നത് അയൽ രാജ്യത്തെ കമാൻഡറായ ഇങ് ഈ രാജ്യം ആക്രമിക്കാനായൊക്കെ നടത്തി വരുന്ന ഒരു രഹസ്യ കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി കാര്യങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയി ചെയ്യാനായി പദ്ധതി ഇടുന്ന സെൻ തന്റെ കൂടെ ഹൂവിനെയും കൂട്ടാനായി തീരുമാനിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹൂവിന്റെ സ്വന്തം അച്ഛനോടും ഹൂവിനെ ഇത്രയും നാൾ വളർത്തിയ ക്വിൻസിയുടെ അച്ഛനായ വളർത്തച്ഛനോടും സെൻ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ഹൂവിനെ താൻ നന്നായി നോക്കുമെന്നും ഒപ്പം ശത്രുക്കളുടെ കയ്യിൽ ഒരു കളിപ്പാവ് കണക്കിരിക്കുന്ന ക്വിൻസിയെയും രക്ഷിച്ച് കൊണ്ടുവരുമെന്നും. തന്റെ നാട് കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ഒരാളാണ് തന്നെ കരുവാക്കി ഉപയോഗിക്കുന്നത് എന്നറിയാതെ ക്വിൻസിയ തന്റെ കൂടെ ഏതാണ്ട് തന്റെ മെന്റർ കണക്ക് തനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളെന്ന് അവൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഇങ് അവളോട് ആ 3 സൈനിക കമാൻഡേഴ്സിനെയും കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായി പറയുമ്പോൾ അതും കണ്ണടച്ച് ചെയ്യാനായി ഒരുങ്ങുന്നു. അപ്പോഴേക്കും ക്വിൻസിയ ബന്ദിയാക്കി വെച്ചിരുന്ന ഡുറാനെ സെൻ മോചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഹൂ ക്വിൻസിയയുടെ മുന്നിലേക്ക് എത്തി അവളിപ്പോ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇങ് ഈ നാട് കുട്ടിച്ചോറാക്കാനായി നടക്കുന്ന ഇവിടുത്തെ സൈനികപരമായ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി ഒക്കെ നടക്കുന്ന അയൽനാട്ടിലെ കമാൻഡർ ആണെന്ന കാര്യവും അവൾ തെളിവ് സഹിതം വെളിപ്പെടുത്തുമ്പോൾ ആദ്യം ഒരു ഞെട്ടലിലായിരുന്നു ക്വിൻസിയ. പക്ഷെ പിന്നീട് അവൾക്ക് അവളുടെ തെറ്റുകൾ മനസ്സിലാവുന്നു. അങ്ങനെ തന്ത്രപരമായി തന്നെ ഇങ്ങനെ കൊടുക്കാനായി സെന്നിന്റെയൊക്കെ മുന്നിലേക്ക് എത്തിക്കാനായി അയാളുടെ വിശ്വസ്തയായി നിന്നുകൊണ്ട് ക്വിൻസിയയ്ക്ക് സാധിക്കുന്നു. ആ ഒരു ടൈം അവിടെ ഉണ്ടായിരുന്ന സെന്നിന്റെ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് കയ്യിലെ തോക്കുകൊണ്ട് ഇങ്ങനെ വെടിവെക്കുന്നു. അദ്ദേഹത്തിന് മരുന്ന് കുത്തിവെച്ച് ക്വിൻസിയ തളർത്തിയിരുന്നെങ്കിലും മറുമരുന്ന് അവൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തന്റെ നാട് രക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ ഗ്രേറ്റ് ജനറലായ തന്റെ കടമ എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം ആ നാട് കുട്ടിച്ചോറാക്കാൻ വന്നയാളെ ശിക്ഷിക്കുകയും അപ്പോഴേക്കും ആരോഗ്യാവസ്ഥ വളരെ മോശമായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ എന്തായാലും താൻ ചെയ്ത ഒരുപാട് തെറ്റായ പ്രവൃത്തികൾക്ക് ഒടുക്കം ഇതൊരു പ്രായശ്ചിത്തമായി ചെയ്തിട്ടാണ് സെന്നിന്റെ അച്ഛൻ മരിക്കുന്നത്. തുടർന്ന് ആ മരണശേഷം ഗ്രേറ്റ് ജനറൽ ആയിരുന്ന അച്ഛന്റെ സ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുക്കുകയാണ് സെൻ. അവന് ഈ ഒരു മിലിറ്ററി കമാൻഡർ ആവാനോ ആയുധങ്ങൾ ഉപയോഗിക്കാനോ യുദ്ധത്തിൽ പങ്കെടുക്കാനോ ഒന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അച്ഛന്റെ പ്രവൃത്തികൾ മൂലം അവൻ അതെല്ലാം വെറുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ പോലെ അല്ലാതെ തന്റെ അധികാരം നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഇതൊരു അവസരമായി താൻ എടുക്കണമെന്ന് മനസ്സിലാക്കി അവൻ വളരെ സന്തോഷത്തോടെ അവന്റെ ആ ചുമതല ഏറ്റെടുക്കുന്നു. ഒപ്പം എന്തിനും ഏതിനും കൂട്ടായി നേർവഴി കാട്ടാനായി ഒപ്പം കൂടെ ഹൂവുമുണ്ട്. അങ്ങനെ വളരെ ഹാപ്പിയായി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.